गुजरात कांग्रेस के नेताओं ने मुझ पर आरोप लगाया कि मोदी के पास 250 पैर कपड़े हैं। तो उसी दिन मेरी एक पब्लिक मीटिंग थी तो मैं पब्लिक मीटिंग में मैंने बोला, चलो मान लो, मैं तो कहता हूं, मैं पब्लिकली कहता हूं कि भाई ठीक है, चलो उन्होंने कहा तो मान लेता हूं, मेरे पास 250 पैर कपड़े हैं. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ താടിക്കാരൻ ജി. പിന്നല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ജീവിതത്തിൽ ഇതുവരെ കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ ആരോപണം എന്താണെന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ പറയും ഗുജറാത്ത് കലാപമാണെന്ന്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയി ഇലക്ട്രൽ ബോണ്ട് ആണെന്ന് പറയുമെന്ന്. എന്നാൽ നമ്മുടെ ബുദ്ധിമാനായ ജി പറഞ്ഞത് കേട്ടില്ലേ? രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് 250 ജോഡി ഉടുപ്പ് തനിക്കുണ്ടെന്ന് ഗുജറാത്ത് കോൺഗ്രസ് നേതാവ് അമർ സിംഗ് ചൗധരി ആരോപിച്ചിരുന്നു എന്നതാണ്. PTIക്കും റിപ്പബ്ലിക് TVക്കും നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചത്രേ, നിങ്ങൾക്ക് 250 ഏക്കറുള്ള നേതാവിനെ വേണോ 250 ജോഡി വസ്ത്രമുള്ള നേതാവിനെ വേണോ എന്ന്. അപ്പോൾ ജനങ്ങൾ മോദിയെ മതിയെന്ന് പറഞ്ഞുവെന്ന്. ഇത് കേട്ടിരുന്നവരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്നതല്ലാതെ സത്യത്തിൽ അതല്ലല്ലോ, അദാനിയും അംബാനിയും ഗുജറാത്ത് കലാപവും ഇലക്ട്രൽ ബോണ്ടും ഒന്നും ആയിരുന്നില്ല ഈ ആരോപണമെന്ന് ഒന്നൊട്ട് ചോദിച്ചതുമില്ല. അല്ല, രാജാവിനോട് ചോദ്യങ്ങൾ പാടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്നാൽ രാജാവിന്റെ പ്രജകളിൽ പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയോന്നൊരു സംശയം ഇല്ലാതില്ല. और इसलिए कांग्रेस के रूप में एक बड़ा आंदोलन सारे देश में खड़ा हुआ. उसमें भी अनेक सर्वस्व त्यागी महापुरुष जिनकी प्रेरणा आज भी हमारे जीवन के प्रेरणा में काम करती है, ऐसे पैदा हुए और देश के सर्वसामान्य व्यक्ति को स्वतंत्रता के लिए रास्ते पर लाकर खड़ा करने का काम उस धारा ने किया. एक बड़ा योगदान अपने स्वतंत्रता प्राप्ति में उस धारा का है. RSSും BJPയും തമ്മിൽ എന്തൊക്കെയോ അകൽച്ചയുള്ളതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ RSS മേധാവി മോഹൻ ഭഗവതിന്റെ കോൺഗ്രസിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ വൈറലായതോടെ അത് ഏകദേശം ഉറപ്പിച്ച മട്ടാണ് സോഷ്യൽ മീഡിയ. എന്തായാലും സ്മാർട്ട് ഫോൺ വന്നതോടെ മൊത്തത്തിൽ വൈറലാകാൻ ഞൊടിയിട മതിയെന്ന അവസ്ഥയിലായല്ലേ കാര്യങ്ങൾ. സ്മാർട്ട് ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ സ്മാർട്ട് സിറ്റി, നമ്മുടെ തലസ്ഥാന നഗരമേ മഴയത്തത്ര സ്മാർട്ടല്ലെന്നാണ് കേട്ടത്. വെള്ളം പോകണമെങ്കിലും മഴ നിൽക്കണം. ഈ ബൈപ്പാസ് ക്രോസ് ചെയ്ത് വെള്ളം അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്, അത്രയ്ക്ക് വെള്ളമായിരുന്നു. എന്നോടെന്തിനീ പിണക്കം, ഇന്നുമെന്തിനാണെന്നോട് പരിഭവം. KSRTC ബസ്സിനെ മര്യാദ പഠിപ്പിക്കാൻ പോയി ഒടുവിൽ മര്യാദ പഠിക്കേണ്ടി വന്ന മേയറമ്മയ്ക്ക് ഇപ്പം മാധ്യമങ്ങളെ കാണുമ്പോൾ ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിനെ പറ്റി ചോദിക്കാൻ ചെന്ന മാധ്യമപ്പടയ്ക്ക് മുമ്പിൽ മുഖം തരാതെ മുങ്ങാനേ മേയർക്ക് കഴിഞ്ഞുള്ളൂ. സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാനെന്ന് പണ്ടത്തെ ഒരു ബനാന ടോക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥയും. ടാർ ചെയ്തിട്ട് വേണം ഒന്ന് കുഴിക്കാനെന്ന നിലപാടാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ, തിരുവനന്തപുരത്തെ പ്രധാന ജംഗ്ഷനിലെല്ലാം കുഴിയും വെള്ളവുമായി ആകെ മുങ്ങിയിരിക്കുകയല്ലേ. ഇതിനിടെയാണ് രണ്ടാം സർക്കാരിന്റെ 3ാം വാർഷികവും കേക്ക് മുറിച്ചങ്ങനെ അങ്ങ് ആഘോഷിച്ചത്. അല്ല, അത് വേണമല്ലോ, കാരണം ഭരണ നേട്ടങ്ങൾ ഒരുപാടായതുകൊണ്ട് ആഘോഷിക്കുക തന്നെ വേണം. ഹോട്ടലാണെന്ന് കരുതി സ്കൂളിൽ ചെന്ന് കയറുന്ന ആളുകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന വിദ്യാഭ്യാസ മന്ത്രിയും 5 സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം പറഞ്ഞ് ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരം കാണിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയും വിരലിന് പകരം നാക്ക് സർജറി ചെയ്യുന്ന ഡോക്ടർമാരും എന്തിനും ഏതിനും റിപ്പോർട്ട് തേടുന്ന ആരോഗ്യമന്ത്രിയും കാലി വളർത്തൽ നിർത്തിയാൽ വനമേഖലയിലുള്ളവരുടെ അടുത്തേക്ക് കാട്ടുമൃഗങ്ങൾ വരത്തില്ല എന്ന് കണ്ടെത്തിയ MP രാജേഷിനെ പോലുള്ള മന്ത്രിമാരും എല്ലാം നമ്മുടെ സർക്കാരിന്റെ വാഗ്ദാനങ്ങളാണ്. പിന്നെ CPO നിയമനം, സിൽവർ ലൈൻ, ബഫർ സോൺ, വിഴിഞ്ഞം, കായിക താരങ്ങളുടെ നിയമനം, AI ക്യാമറ വിവാദം, മാസപ്പടി കേസ്, LDF കൺവീനറും BJPയുമായുള്ള ബന്ധം, സർക്കാർ ദൂർത്ത്, അതിനിടെ ഒരു വിദേശയാത്ര. ആഘോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുള്ള സ്ഥിതിക്ക് ഈ കേക്ക് മുറിയിലൊന്നും ഒതുക്കുന്നില്ല. പകരം റിസൾട്ട് വന്നിട്ടാകാം ബാക്കി ആഘോഷങ്ങൾ എന്നാണ് നമ്മുടെ മുഖ്യൻ്റെ ഒരിത്. അപ്പോൾ വിവാദവും പരിഹാസവും ഒക്കെ ഒരു വഴി കിടക്കും. ടൂറും ആഘോഷവും ഒക്കെ ഇപ്പോഴേ നടക്കൂ എന്നതാണ് നമ്മുടെ തലവന്മാരുടെ വരെ കണ്ടുപിടുത്തം. ആ സ്ഥിതിക്ക് കാണാൻ കാഴ്ചകൾ ഏറെയുണ്ട്, പറയാൻ വാർത്തകളും ഒരുപാടുണ്ട്. കാണാം, കണ്ടുമുട്ടാം.